നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലാണ് കേരളം നിൽക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് സമാന്തരമായി മറ്റൊരു കേസന്വേഷണവും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കേസന്വേഷണത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നത്. മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. ഇനിയും വലിയ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും, മുഖ്യമന്ത്രിയുടെ മകളെ അടക്കം ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങും എന്നടക്കമുള്ള വാർത്തകളോ സൂചനകളോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ.ഡിക്ക് ഇത്തരം അന്വേഷണങ്ങൾക്ക് വേഗത കൂടുന്നുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മിസ്റ്റർ സുഗുണനാണ് എറണാകുളത്തു നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സുഗുണൻ, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്തെത്തുമ്പോൾ ഇ.ഡി. മാസപ്പടി കേസൊക്കെ ഇപ്പോൾ വന്നതല്ലേ, എത്രയോ കാലമായി വന്നതാണ്, പരാതികളൊക്കെ വന്നതും അല്ലെങ്കിൽ ഇത്തരം ഡയറി കിട്ടിയതിനുമൊക്കെ എത്രയോ കാലമായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇ.ഡിക്ക് അന്വേഷണത്തിന് ഒരു വേഗത വർദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വേഗത വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആലുവയിൽ കർത്തയുടെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തത്. ഇത് നാളുകളായി ഇത് നിയമസഭയിലും ഒക്കെ ആയിട്ട് ചർച്ചാ വിഷയമായ ഒന്നാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഏത് വിധേനയും ക്ലിഫ് ഹൗസിലേക്ക് ചെല്ലുക, മകളെ ചോദ്യം ചെയ്യുക, മകളെ ചോദ്യം ചെയ്ത് ശേഷം പിന്നീടുള്ള കാര്യം നമുക്കറിയാലോ. എന്നാൽ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. വേഗത കൂടുന്നുണ്ട്, അത് വരുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ത് തോന്നുന്നു? ശരി, ഹലോ, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും വേഗത കൂടുന്നുണ്ട് സാറേ. ശരി, ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇ.ഡി. അന്വേഷണമൊക്കെ എത്രയോ കാലമായി തുടങ്ങിയതാണ്. പക്ഷേ ഇ.ഡി. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടത്തും ഇ.ഡിയുടെ അന്വേഷണം ഇങ്ങനെ അതിനൊരു അസാധാരണ വേഗത ആ സമയത്ത് മാത്രമായി ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നത് തോന്നുന്നുണ്ടോ? പകൽ പോലെ സത്യമല്ലേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിക്കൊണ്ട് ബി.ജെ.പിക്ക് എവിടെയൊക്കെയാണ് വേരോട്ടമില്ലാത്ത സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭരണം കൈയാളാനായിട്ട് നിരവധി തവണയായിട്ട് ബി.ജെ.പി കഴിയുന്നില്ല. കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്, ബി.ജെ.പിക്ക് ഒരു കാലത്തും വേരോട്ടം എത്തുകയില്ല എന്ന് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമമാണ്. മറ്റൊരു ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ പോലെ അല്ലെ ജനാധിപത്യം ഏതൊക്കെ രാജ്യങ്ങളിലില്ല അവിടെയൊക്കെ ഏകാധിപതികൾ വളർന്നു വരുന്നപ്പം റഷ്യയിൽ നടന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. ഒരു മാധ്യമപ്രവർത്തനോ സാമൂഹിക പ്രവർത്തനമാണെന്ന് തോന്നുന്നു, ഈ അടുത്ത് അദ്ദേഹം തടങ്കലിൽ കിടന്ന് മരണപ്പെട്ടു. അത്തരത്തിൽ സത്യത്തില് ഏകാധിപത്യ ഭരണം കൊണ്ടുവരാൻ എതിരെ ശബ്ദിക്കുന്ന നാവുകളെയൊക്കെ അടപ്പിച്ച് കൂടിയുണ്ട്. കൊല്ലത്തു നിന്നും ശ്രീ രഘുചന്ദ്രൻ പിള്ളയാണ്. ശ്രീ രഘുചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇ.ഡിക്ക് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു അസാധാരണ വേഗത അങ്ങനെ കൈവരുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ മന്ത്രിസഭയായിരുന്നെങ്കിൽ ഈ ഇ.ഡി. അന്വേഷണം ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇത് പൂർത്തീകരിച്ചേനെ. കാരണം പറഞ്ഞാൽ ഇത് ഒരു ഒത്തുകളിയാണ്. കാരണം പറഞ്ഞാൽ ഇത് CPM-കാര് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം. അതിന്റെ ഒരു തുടക്കമാണ് ഈ ഇ.ഡി. അന്വേഷണത്തിന്റെ ഇങ്ങനെ ഇത് വരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് രഹസ്യമായ പരസ്യമല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് ഇത് എത്ര മാസങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. കേരളത്തിലുള്ള ജനത്തിന്, കേരളത്തിലുള്ള എല്ലാ ജനത്തിനും അതേ കണക്കിന് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ഈ പത്രങ്ങൾ വായിക്കുകയും അതേ കണക്ക് ചാനലുകളിൽ കാണുകയും വാർത്ത കേൾക്കുന്നവർക്കെല്ലാം അറിയാം. ഇങ്ങനെ മാസപ്പടിയും ഇതേ കണക്കുള്ള കേസ് കേട്ട് നടന്ന കഥയില്ല. ഇത് ഇല്ലാത്തതല്ലല്ലോ. കാരണം പറയാം, ഒരു മുഖ്യമന്ത്രിയുടെ മോള് പരസ്യമായിട്ട് ഏത് കാരണത്തിലാണ് പൈസ മേടിക്കുന്നത്? ഒരു സാധാരണക്കാരന്റെ മോളായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ അകത്ത് കിടന്നതിന് ഇതെന്തുമാണ്? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇ.ഡിയുടെ അന്വേഷണത്തിനൊക്കെ ഒരു വേഗത, അല്ലാത്ത സമയത്ത് ഒരു മന്ദഗതി, അങ്ങനെയുണ്ടോ? അല്ല, സംഗതി കുറച്ച് വേഗത കൂടുതൽ തന്നെയാണ് ഈ ഇലക്ഷനായിട്ട്. പക്ഷേ ഇലക്ഷന്റെ കേരളത്തിലായാലും കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റവാളികളെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്. ഇപ്പോൾ നമുക്ക് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇപ്പോൾ ഈ CPM-ന് പിണറായിന്റെ മോളെ മാത്രം പറയണ്ട, പല ഉന്നതമായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇവരൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. പക്ഷേ ശ്രീദാസൻ, ഈ അന്വേഷണമൊക്കെ ഒരുപാട് പണ്ട് സ്വർണ്ണക്കടത്ത് മുതലുള്ള അന്വേഷണങ്ങൾ പറയുകയാണ്. ഈ അന്വേഷണങ്ങൾ പറയുകയും ഏജൻസികൾ ഇവിടെ നിന്ന് വരികയൊക്കെ ചെയ്യുന്നതല്ലാതെ അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിയുകയോ ഒന്നും ചെയ്യുന്നില്ല. അന്വേഷണം മാത്രം ഇങ്ങനെ തുടരുന്നു. അല്ല, അരവിന്ദ് കെജ്രിവാളൊക്കെ ജയിലിൽ കിടക്കുന്ന കോടതി തന്നെ പറഞ്ഞില്ലേ,
പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ട് എന്ന് അവർക്ക് കോടതി ബോധ്യമായില്ലേ? കുറ്റമുണ്ടോ എന്നൊന്നും പറഞ്ഞില്ല. അരവിന്ദ് കെജ്രിവാൾ കോടതി കുറ്റമുണ്ടോ എന്നും പറഞ്ഞില്ല. ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അരവിന്ദ് കെജ്രിവാൾ തെറ്റ് ചെയ്തെന്നും കുറ്റമില്ല പറഞ്ഞില്ല. ജാമ്യം കൊടുക്കുമല്ലോ, കുറ്റമില്ലെങ്കിൽ ജാമ്യം കൊടുക്കുമല്ലോ. അങ്ങനെയല്ല, കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. അങ്ങനെ ഒരു കോടതി ഒരു ജാമ്യത്തിന് പോകുമ്പോഴെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ജാമ്യം കൊടുത്താൽ അവർക്ക് കുറ്റമില്ല, അവർ നിരപരാധികളാണെന്നും ജാമ്യം കൊടുക്കാത്തവർ നിരപരാധികളല്ലെന്നും എഫ്ഐആർ കോടതി പരിശോധിക്കോ? എഫ്ഐആർ കോടതി പരിശോധിക്കോ? കോടതി ഒരു കേസിനകത്ത് ജാമ്യം കൊടുക്കുന്നതും ജാമ്യം കൊടുക്കാതിരിക്കുന്നതും അവർ കുറ്റവാളികളാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ടല്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഈ കേസിൽ ഈ ശശിധരൻ കർത്താവിന് പൈസ വാങ്ങിയില്ല എന്നുള്ള കാര്യം നമ്മളെ ശ്രീ കിരൺ ബാബു സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ സംശയമൊന്നുമില്ല. ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് അവർ തന്നെ, ആ കമ്പനി തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് അഴിമതിയാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അഴിമതി ആവാം, അഴിമതി ആവാതിരിക്കാം. അതിനെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ. അഴിമതി തന്നെ, പിന്നെ അഴിമതി അല്ലാതെ ചുമ്മാ പൈസ കൊടുക്കോ? അവർ സേവനം ചെയ്തിട്ടാണ് പൈസ കൊടുത്തതെങ്കിൽ അത് അഴിമതി അല്ലാതാവും. അല്ല മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയാണ് മറ്റേ അനധികൃതമായിട്ടാണ് പണം കൊടുത്തതെങ്കിൽ അത് അഴിമതിയാവും. ഇത് രണ്ടും ഏതെങ്കിലും ഒന്നാണ് തൽക്കാലം നിർവാഹം. ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഈ കള്ളന്മാരെല്ലാം പറഞ്ഞു. ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം കൊള്ളാം. കള്ളന്മാരെല്ലാവരും പെടണം എന്ന് തന്നെയുള്ളത്. കള്ളന്മാർ തന്നെ ആവണം പെടേണ്ടതും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ പ്രദീപ് കൂടി വിളിക്കുന്നുണ്ട്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം. ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മൾ തമ്മിൽ അടികൂടാൻ വയ്യ, എനിക്ക് പറയാനുള്ള അവസരം തരണം. പറഞ്ഞോളൂ താങ്കൾ. ഓക്കെ, താങ്ക് യു. അതെ, കാതിന് ഏറ്റവും കുളിർമയുള്ളൊരു വാക്കാണ് ഈ ഇടയായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ എത്രയും പെട്ടെന്ന് ഈ സാധനത്തിനെ തട്ടി അകത്താക്കണമെന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണലി ഒരു ആഗ്രഹം. കാരണം ഇത് എല്ലാ ഭരണാധികാരികൾക്കും ഒരു മാതൃകയായിരിക്കണം. ജനസേവനത്തിന് ഇറങ്ങി ആ പേര് പറഞ്ഞ് ഇറങ്ങിയിട്ട് മക്കളെ കൊണ്ട് കട്ടുമുടിപ്പിച്ച് കൈനീട്ടവും മാസപ്പടിയും വാങ്ങി മക്കളെ സമ്പന്നതയിൽ എത്തിക്കുന്ന മന്ത്രിമാര് ഇത് ഒരു പാഠമാവാൻ കണക്കിന് എത്രയും പെട്ടെന്ന് ആ ഇഡി ഇതിനെ തട്ടി. ഞാനൊരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ. എന്നാലും താങ്കൾ പറഞ്ഞു അടികൂടണ്ടെന്നൊക്കെ പറഞ്ഞു. അടിയൊന്നും കൂടണ്ട. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പോൾ മാത്രം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക്, അവരുടെ മക്കൾക്കെതിരെ എല്ലാം കേസുകൾ വരുന്നു, അവരെ അകത്താക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അത്തരം കേസുകളൊന്നുമില്ല. നേരെ മറിച്ച് ഇവർ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ BJP ചേർന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് ഇല്ലാതാവുന്ന അവസ്ഥ. വലിയ അഴിമതിക്കാരായ അജിത് പവാറൊക്കെ ഇപ്പോൾ വിശുദ്ധന്മാരായി. അതിനെക്കുറിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷെ ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ഈ ന്യായം ഭയങ്കരമായിട്ട് നോക്കുമായിരുന്നു കേട്ടോ മിസ്റ്റർ കിരൺ. പക്ഷെ ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയാമോ, ഈ വലിയ ഈ ചെറിയ ന്യായം വലിയ ന്യായം എന്ന് പറയില്ല, അതായത് ചെറിയ കുറ്റം വലിയ കുറ്റം. അപ്പൊ ഞാൻ ഇതിനൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് എനിക്ക് വളരെ വലിയ കള്ളനെ പിടിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ വലിയ കള്ളം ഇന്ത്യയിൽ ഇത് ചെറിയ കോടിയുടെ, മറ്റേത് 1000 കോടി 10,000 കോടിയുടെ ഒക്കെ കള്ളത്തരം കാണിച്ചുവെന്ന് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞ അജിത് പവാറാണ് ഇന്നിപ്പോൾ BJPക്കൊപ്പം നിൽക്കുന്നതും കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കേസൊക്കെ മാറി നിൽക്കുന്നത്. യഥാർത്ഥ അതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു മലയാളിയാണ്. ഞാൻ കൂടുതൽ കാലം കേരളത്തിൽ പുറത്തായിരിക്കും. പക്ഷെ എങ്കിലും കേരളത്തിൽ വരുമ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ജടാന്തര ബാധിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും പ്രശ്നം വരുന്നത്. അപ്പൊ ഈ കേരളത്തിൽ ഈ ഒരു സാധനത്തിന്, ഈ അഴിമതി പിടിച്ച ഈ ഒരു സാധനത്തിന് എതിരായി എന്ത് വരുന്നോ അതായിരിക്കും എനിക്ക് സന്തോഷം കിട്ടുന്നത്. ശരി, അത് താങ്കളുടെ പേഴ്സണലായ സന്തോഷം. പക്ഷെ അത് ഏതെങ്കിലും കേരളത്തിന്റെ മഹാഭൂരിപക്ഷം പേർ തെരഞ്ഞെടുക്കുന്ന ഒരു പാർട്ടി മോശപ്പെട്ട പാർട്ടിയാണ് എന്ന് തൽക്കാലം പറയാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. എന്തായാലും ഭൂരിപക്ഷം മലയാളികൾ സെലക്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് മോശപ്പെട്ട പാർട്ടിയാണെന്ന് പറയാൻ നമുക്കറിയില്ല. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സതീഷാണ് പാലയിൽ നിന്നും. ശ്രീ സതീഷ്, താങ്കൾക്ക് പറയാം. പാലക്കാട്, ക്ഷമിക്കണം സതീഷ്, പറഞ്ഞു. കുഴപ്പമില്ല. ഇതിനകത്ത് നോക്കൂ, തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് മാത്രമല്ല, രാജ്യത്ത് ആകെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടി ഒരു പ്രതിപക്ഷ മുക്ത ഇന്ത്യക്ക് വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള ഒരു കോക്കസ് തന്നെ അതിന് പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ടീം തന്നെ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലാണ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ 10ാമത്തെ നോട്ടീസ് കൊടുത്ത അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് തിഹാർ ജയിലിൽ അടച്ച നരേന്ദ്രമോദിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഒന്നും പിണറായി വിജയന് ഒരു ലാഘവ ബുദ്ധിയോട് കൂടിയാണ് പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും കേസ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാലോ ലാവ്ലിൻ കേസ് എത്രാമത്തെ തവണയാണ് ഇപ്പൊ വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ പോവാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ച കേസിന്റെ എണ്ണത്തിന്റെ പേരിൽ. അപ്പൊ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഒരു നാടകം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യത്തിൽ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. BJPക്കെതിരായിട്ട് ഒരക്ഷരം പിണറായി വിജയൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ അടക്കമുള്ള അന്വേഷണം നടക്കുന്നു. അദ്ദേഹത്തിന്റെ മകളെ ചോദ്യം ചെയ്യും. ഭീതിയുടെ അന്തരീക്ഷം സ്ഥിരമായി നിർത്തുന്നുണ്ട്. കെജ്രിവാളിന് 10ാമത്തെ നോട്ടീസ് കൊടുത്ത് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ അടച്ച നരേന്ദ്രമോദി ഇത് CBI കേസ് മാറ്റി, CBIയുടെ വക്കീല് ഹാജരാവാത്തത് കൊണ്ട് കേസ് മാറ്റിവെക്കുന്ന 27ാമത്തെ തവണയാ. നോക്കൂ, അത് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണെന്ന്.
അപ്പൊ CBI എന്തുകൊണ്ടാണ് മാറ്റിവെക്കുന്നത്? ഈ നമ്മുടെ മുൻ DGP ഉണ്ടല്ലോ ലോകനാഥ് ബെഹ്റ BJPയുടെ സ്വന്തം ഇഷ്ടക്കാരനാണ്. എന്തായാലും താങ്കൾ അങ്ങനെ ഒരു വ്യക്തിക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങളൊന്നും നമുക്ക് തെളിയിക്കാൻ തെളിവുള്ള ആരോപണങ്ങളല്ല. അങ്ങനെ ഏതെങ്കിലും ഒരാൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളത് പൊതുവായി താങ്കൾ ഉന്നയിച്ച ആക്ഷേപം BJPയുമായി അത്തരത്തിലൊരു ധാരണയിൽ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് താങ്കളുടെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമായ അഭിപ്രായം തന്നെയാണ്. അതിന് യാതൊരു തടസ്സവുമില്ല അഭിപ്രായങ്ങൾ പറയുന്നതിന്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സാമുവലാണ് കൊല്ലത്ത് നിന്നും. ശ്രീ സാമുവൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ EDയുടെ അന്വേഷണങ്ങൾക്ക് വേഗത കൂടുകയും അല്ലാത്ത സമയത്ത് അത് ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. പറഞ്ഞോളൂ സാർ. പിന്നെ കേരളത്തിലെ CPM-ഉം BJPയും അവര് ഇപ്പോഴല്ല ഈ ധാരണ തുടങ്ങിയത്. ഒരുപാട് കാലം കൊണ്ട് ഈ ധാരണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം താങ്കളെ TV മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുതൽ എത്രയോ പ്രാവശ്യമായി ഈ ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നു. വേറെ ഏതെങ്കിലും ഒരു കക്ഷികളായിരുന്നെങ്കിൽ ഇവർ ഈ ലാവ്ലിൻ കേസ് ഇങ്ങനെ മാറ്റിവെക്കുമോ? ശരി, മറ്റു പ്രശ്നമുണ്ട്. കട്ടപ്പനയിൽ നിന്നും ബിജു ആണ്. ശ്രീ ബിജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഉത്സാഹവും അല്ലാത്ത സമയത്ത് അതില്ലാതിരിക്കുന്ന അവസ്ഥയും അങ്ങനെയുണ്ടോ? ഉണ്ട് സാറേ. അതായത് എനിക്കൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. കാരണം ഏതോ ഒരു അഴിമതി കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കേജ്രിവാളിനെ ജയിലിലാക്കിയേക്കുന്ന മോദി എന്തുകൊണ്ടാണ് അഴിമതി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയനെയും കുടുംബാംഗങ്ങളെയും തൊടാത്തത് എന്നുള്ളതാണ്. ഇത് അങ്ങനെ അഴിമതി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്നേ അവരെ പിടിച്ച് അകത്തിടത്തില്ലേ? ചിലപ്പോൾ അവർക്ക് തെളിവില്ലാത്തതുകൊണ്ടാണെങ്കിലോ? സ്വർണ്ണക്കടത്തൊക്കെ കുറെ 4-5 കൊല്ലമായി നമ്മൾ കേൾക്കുകയാണ്. സ്വർണ്ണക്കടത്തിൽ അവിടെ അന്വേഷണം നടക്കുന്നു, ഇവിടെ അന്വേഷണം നടക്കുന്നു, ഏതാണ്ട് പിടിച്ചു മറ്റേതാണെന്നല്ല. പക്ഷെ ഇതുവരെ ഒരു തെളിവും പുറത്തുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ആ കേസ് മുന്നോട്ട് പോയിട്ടുമില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറെ കേസുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേരെ ചോദ്യം ചെയ്യുന്നു, ചിലർ അകത്ത് പോകുന്നു. എന്നതിനപ്പുറത്തേക്ക് ഈ കേസൊന്നും തെളിയിക്കാനൊന്നും കഴിയുന്നില്ല. അതാണ് പറഞ്ഞത്. കാരണം ഇപ്പം പല പ്രേക്ഷകരും ചോദിച്ചു കേട്ടെ. കാരണം ലാവ്ലിൻ കേസ് ഇത്രയോ തവണ മാറ്റി വെച്ചു. അത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനത്തെ കേസുകൾ നടക്കുമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് മാത്രം പറഞ്ഞില്ലേ, പ്രേക്ഷകരെയും ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന പരിപാടികളല്ലേ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡൽഹിയില് നല്ലൊരു ഭരണം കാഴ്ചവെച്ച്, ഇപ്പൊ അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ പോലും നല്ലൊരു ഭരണം കാഴ്ചവെച്ച് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടേക്കുന്ന മോദി എന്തുകൊണ്ടാണ് ഇത്രയും അഴിമതികൾ മാത്രം നടത്തിയേക്കുന്നത്? എന്തോരം അഴിമതികൾ അതിനകത്ത് ഇദ്ദേഹത്തെ മാത്രം തൊടാതെ വിടുന്നത്? ശരി, എന്തായാലും നമുക്ക് അങ്ങനെ അഴിമതി നടത്തിയെന്ന് പറയാൻ കഴിയില്ല. അഴിമതി ആരോപണങ്ങൾ എന്ന് പറയാൻ കഴിയും സ്വാഭാവികമായും. അതിന് ഏത് കേസിന്റെ വിഷയത്തിലായാൽ പോലും. തങ്കച്ചനാണ് ശ്രീ മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ പറഞ്ഞോളൂ. ഹലോ. പിണറായി വിജയൻ വേട്ടയാടപ്പെടുന്നത് ഇന്നലെ തൊട്ടല്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും പിണറായി വിജയനെ ലാബിലിംഗ് കേസ്, ഇപ്പം മാസപ്പിടി കേസ്, അങ്ങനെ ഒട്ടനവധി കേസുകൾ പിണറായി വിജയനെതിരെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJPയും കോൺഗ്രസും കളിക്കുന്ന ഒരു നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി കോൺഗ്രസുമായിട്ട് എന്താണ് ബന്ധം? സാറേ, കോൺഗ്രസ് എത്രയോ വർഷം ലാവ്ലിൻ കേസ് പറഞ്ഞു, എത്ര തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞു. അതല്ല ഇപ്പോഴത്തെ അന്വേഷണം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രധാനമായും അവരിപ്പോൾ കോൺഗ്രസിന് നേരെയല്ലേ ആരോപണങ്ങൾ, അവരെ കോൺഗ്രസുകാരല്ലേ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്? സാറേ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇന്ത്യ ഞാൻ അതല്ല പറഞ്ഞത്. അന്വേഷണ ഏജൻസികളെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് സ്വാധീനിക്കാൻ കഴിവില്ലല്ലോ. കോൺഗ്രസുകാരല്ലേ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ അന്വേഷണ ഏജൻസികളുടെ പീഡനത്തിന് അല്ലെങ്കിൽ അവരുടെ ഇരയാക്കപ്പെടുന്നത്. സാറേ, ED എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആദ്യം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഏതാണ് സാർ? കോൺഗ്രസ് ആണെന്ന്. ആ കോൺഗ്രസ് ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെതിരെ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമുണ്ടോ? പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ പെടുത്തി എത്രയോ വർഷം വേട്ടയാടിയതാണ്. BJPയുടെ എന്ന് പറഞ്ഞാൽ BJPയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള ഒരു ഇതിലാണ് ഇപ്പം BJPയും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം കൂടിയാണ്. മറ്റൊരു പ്രേക്ഷകനുണ്ട്. പൂഞ്ഞാറിൽ നിന്നും ഹരിക്കുട്ടനാണ്. ശ്രീ ഹരിക്കുട്ടൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് വെറും തട്ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനെ പോലെ ഇത്രയും നല്ല നേതാവിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തേജാവധം ചെയ്യാൻ വേണ്ടിയിട്ട്
BJPയും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന നാടകമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കൊല്ലത്ത് നിന്നും ശ്രീ രാജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജൻ പറയാം. കിരൺ സാറേ, ഈ 1,82,00,000 രൂപ വീണ വാങ്ങിച്ചെന്നും വേണ്ട ഒരാഴ്ചയായിട്ട് കിടന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക ഈ ED. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു, കള്ള ബോണ്ട് ഇഷ്യൂ ചെയ്ത് 8,372 കോടി വാങ്ങിച്ച BJP-കാരനെ 2 വർഷം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് മനപ്രയാസം വരുന്നത്. പിന്നെ അത് കൂടാതെ പൈസ കൊടുത്ത കർത്തയ്ക്കും പൈസ വാങ്ങിച്ച വീണയ്ക്കും പരാതിയില്ല. പിന്നെ പരാതി ഉള്ളത് ഇവിടെ ചില ആൾക്കാർ വിളിക്കുന്ന അവർക്കാ പരാതി, അത്രേ ഉള്ളൂ. ഇനിയും അന്വേഷിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്ക് മനപ്രയാസം എന്ന് പറയുന്നത് ഈ വീണ എന്ന് അറസ്റ്റ് ചെയ്യുന്നു അന്ന് വൈകിട്ട് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തല്ലോ എന്ന് ഓർത്താ. കോടകര കള്ളപ്പണ കേസിന്റെ അകത്ത് എല്ലാ തെളിവും വെച്ചിരിക്കുക. എപ്പോ അറസ്റ്റ് ചെയ്യുന്നു അന്ന് വൈകിട്ട് സുരേന്ദ്രനും ജയിലിൽ പോയി കിടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര മനപ്രയാസം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകരുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അന്വേഷണ ഏജൻസികളൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക വേഗത അങ്ങനെയുണ്ടോ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ആദ്യമായിട്ട് പറയാനുള്ളത്, വീണ എപ്പോ അറസ്റ്റ് ചെയ്യോ അപ്പൊ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ്, ഇതാണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഈ നല്ലവനായ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ട് കൊള്ളക്കാരനായ പിണറായി വിജയനെ വിലസാൻ വേണ്ടി വിട്ടിരിക്കുന്നു. വീണ പൈസ വാങ്ങി എന്നുള്ളത് മുഖ്യമന്ത്രിയെ കൊള്ളക്കാരൻ എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടന്ന കൈയല്ലേ സാറേ? ഈ യൂണിയനിൽപ്പെട്ട ഒരു നേതാവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൊള്ളക്കാരൻ എന്ന ഒരാളെ അങ്ങനെയൊക്കെ വിളിക്കുന്നതിന് പകരം താങ്കൾക്ക് അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ പറയാം, അഴിമതി ചെയ്തിട്ടുണ്ടെന്ന് ആക്ഷേപം പറയാം. പക്ഷെ നമ്മൾ ഒരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അതിന് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഒരാളെ കൊള്ളക്കാരൻ എന്നൊക്കെ വിളിക്കുന്നത് ഒരു സാമാന്യ മര്യാദയ്ക്ക് ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ മാധ്യമങ്ങളിൽ കൂടെ കേട്ടിട്ടുള്ള ഈ കൊള്ളയാണ് ജനത്തിന് അറിയാന്നുള്ളത്. അതുകൊണ്ടാണ് എന്തെല്ലാം കേസാണ് വന്നത്. ഇത് സാധാരണ ഒരു മുഖ്യമന്ത്രിയെ പറ്റി, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ പറ്റി ഇങ്ങനെ വരുന്നുണ്ടോ? നല്ലവനായിട്ട് പോയി മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിട്ട് ഈ വീണ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് വീണ് സമ്മതിക്കുന്നുണ്ട്, ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഈ ഞങ്ങൾ ഒന്നാണ്, ഒരു സേവനം ചെയ്തിട്ടില്ല എന്ന് അവർ സമ്മതിച്ചിട്ടൊന്നുമില്ല. അവർ സേവനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സേവനം ചെയ്തിട്ടില്ല എന്ന് അവർ സമ്മതിച്ചിട്ടില്ല. ഈ പൈസ കൊടുത്തവർ പറയുന്നുണ്ട് ഒരു സേവനവും കിട്ടിയിട്ടില്ലാന്നോ. കൊടുത്തവര് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇത് ഒത്തുകളി എന്നാണ് ചോദിക്കുന്നത്. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ഇത് പറയുന്നത് ഞങ്ങൾ ഒന്നല്ല, ഞങ്ങൾ എതിര് പാർട്ടിയാണെന്ന് ജനത്തിനെ കാണിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. മറ്റു പ്രേക്ഷകരുടെ ശ്രീ സന്തോഷാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അന്വേഷണ ഏജൻസികൾ ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഒരു പ്രത്യേക സ്പീഡ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉദ്ദേശമൊക്കെ ഈ അന്വേഷണ ഏജൻസികൾക്കുണ്ടോ? ഹലോ ശ്രീ സന്തോഷ്, പറയാം. ഞാൻ ഇതിന് മുമ്പ് എന്റെ മുമ്പ് പ്രതികരിച്ച ഒരു ജയകുമാർ അല്ലേ? മറ്റുള്ളവർക്ക് മറുപടി പറയണ്ട, താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞോളൂ. അല്ല, അഭിപ്രായമല്ല, വെറും നമ്മുടെ മുഖ്യമന്ത്രി കൊള്ളക്കാരനെ വിളിച്ച് നമ്മൾ കേട്ടേക്കാന്നില്ല. അവന്റെ അച്ഛനെ പോയി വിളിക്കാൻ പറ കേട്ടോ. അത് താങ്കൾ പറയുന്നത് മോശമാണ്. തിരിച്ച് അതേപോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ താങ്കളെ പറയാമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ പിതാവിന് പറയുന്നത് ഒരു അന്തസ്സല്ല. ആ പിതാവ് ഏതെങ്കിലും തരത്തിൽ പിഴച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ പിതാവിന്റെ കുഴപ്പം കൊണ്ടല്ല മക്കളാരും മോശക്കാരാവുന്നത്. താങ്കൾ അത് പറഞ്ഞത് പൂർണ്ണമായും പിൻവലിക്കണം. താങ്കൾ പറഞ്ഞത് ശരിയല്ല. ഒരു കാരണവശാലും അത് അംഗീകരിക്കാനും കഴിയില്ല. അത്തരം വർത്തമാനങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ ശ്രീ സന്തോഷ് പഠിക്കണം. ശ്രീ സന്തോഷ്, ഇതൊരു പൊതുവേദിയാണ്, പൊതു മനുഷ്യർ കേൾക്കുന്നതാണ്. ഒരാളെ തന്തയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ എല്ലാ നിയമവും നടപ്പാക്കണ്ടല്ലേ? താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഈ പിണറായി വിജയന്റെ മാത്രം കേസ് മാറ്റി വെക്കുന്ന സുപ്രീം കോടതിന്റെ കുറ്റാണോ? പിണറായിന്റെ കുറ്റാണോ? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. എന്തായാലും സമയം അവസാനിക്കുകയാണ്. PCR നിന്ന് നിർദ്ദേശം വന്നതിന് സമയം അവസാനിക്കുന്നതായിട്ട്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായത്. ഇത്തരം അന്വേഷണ ഏജൻസികളെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. ഇത് വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്, ഇതിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞവരും, അതല്ല BJPയും കേരളത്തിലെ CPM-ഉമായിട്ടുള്ള ഒത്തുകളിയാണ്, അതുകൊണ്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാത്തത് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു സ്വാഭാവികമായും ഈ വിഷയത്തിലും ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.